എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കാണുന്നതാണ് ഇതുപോലത്തെ പഴയ ടൂത്ത് ബ്രഷുകൾ. അപ്പോൾ ഇത് നമ്മൾ കളയുന്നതിന് പകരം എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയ ചെയ്യാൻ പറ്റിയാൽ അത് നല്ലതല്ലേ. ഇത് എപ്പോഴും ഉണ്ടാകുന്ന സംഭവമാണല്ലോ ഈ ടൂത്ത് ബ്രഷ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് വെച്ചിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു ഐഡിയ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഞാനിപ്പോൾ കുറച്ച് പഴയ ടൂത്ത് ബ്രഷുകൾ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 3 എണ്ണമാണ് നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ നിന്നൊരു 3 എണ്ണം എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആ ഒരു ബ്രഷിൻ്റെ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കത്തി വെച്ചിട്ടൊക്കെ കളയാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്ലേഡ് വെച്ചിട്ടൊക്കെയാണ് കളഞ്ഞത്. അപ്പോൾ ബ്ലേഡൊക്കെ ഉപയോഗിക്കുമ്പോൾ കൈ മുറിയാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ശേഷമാണ് ഇനി അടുത്ത പരിപാടികൾ തുടങ്ങേണ്ടത്. ആദ്യം ഇതിൽ നിന്ന് ഒരു ബ്രഷ് എടുക്കുക, എന്നിട്ട് പിന്നെ ഒരു ലൈറ്ററും കൂടെ എടുക്കുക. എന്നിട്ട് ആ ഒരു നെക്കിൻ്റെ ഭാഗം ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ ബ്രഷ് വളച്ചെടുക്കണം. നമുക്ക് ഒന്നുകിൽ സൈഡിലേക്ക് വളയ്ക്കാം, അല്ലെങ്കിൽ ഞാൻ വളയ്ക്കുന്ന പോലെ ഓപ്പോസിറ്റായിട്ടും വളയ്ക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇങ്ങനെയായാലും നമ്മൾ ഇതുപോലെ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ആ ഒരു ഡയറക്ഷനിലേക്ക് ഇത് വളച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം അത് ചെയ്യാം. ആ ഒരു ബ്രഷ് ഇപ്പോൾ നമ്മൾ വളച്ചിട്ട് മാറ്റി വെച്ചു. ഇനി അടുത്ത 2 ബ്രഷുകൾ തമ്മിലൊന്ന് കൂട്ടി ഒട്ടിക്കണം. നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ഭാഗങ്ങൾ തമ്മിലാണ് കൂട്ടി വെച്ചിട്ട് ഒട്ടിക്കേണ്ടത്. ആദ്യം ഒന്ന് ഗ്ലൂഗൺ വെച്ച് ഒട്ടിക്കുക. ഗ്ലൂഗൺ ഇല്ലെങ്കിൽ ഫെവിബോണ്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ഗമ്മ് വെച്ചിട്ടൊന്ന് ഒട്ടിക്കുക. എന്നിട്ട് നമുക്കൊന്ന് ടേപ്പ് ചുറ്റി ഒന്നുകൂടെ ഒന്ന് സെക്യൂർ ആക്കണം. അപ്പോഴേ നല്ല സ്ട്രോങ് ആയിട്ട് ഇത് ഇരിക്കുള്ളൂ. അപ്പോൾ അത് ചെയ്യാം കേട്ടോ. ഈ ഒരു ടേപ്പ് ചുറ്റി നമ്മൾ പകുതി ഭാഗത്തോളം എത്തുമ്പോൾ നേരത്തെ നമ്മൾ വളച്ച് വെച്ചിട്ടുള്ള ബ്രഷില്ലേ, അതും കൂടെ ഇതിൻ്റെ ഒപ്പത്തിനൊന്ന് വെച്ച് ഒട്ടിക്കുക. ആ ഒരു സെൻറ്ററിൽ കണ്ടില്ലേ, ഇതുപോലെ ചെയ്യണം. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ഭാഗത്തൂടെ ഒന്നുകൂടെ ഈ ടേപ്പ് ചുറ്റിയിട്ട് ഉറപ്പിക്കാം. അപ്പോഴാണ് കറക്റ്റായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു 3 ബ്രഷ് ഒട്ടിച്ചതിന് ശേഷം ചുറ്റിയാലും മതി കേട്ടോ. എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു 3 ബ്രഷുകളും തമ്മിൽ നന്നായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് ഒട്ടിക്കുകയും ചെയ്തു. പിന്നെ ടേപ്പും കൂടി ചുറ്റിയപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ സാധാരണ ഒരു സെല്ലോ ടേപ്പ് കളറുള്ളതാണ് കേട്ടോ ഞാൻ ആദ്യം ചുറ്റി കൊടുത്തത്. ഇതിന് നല്ലൊരു ഗമ്മുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഭംഗിയാക്കാനായിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും നൂലുകളില്ലേ, വുളൻ ത്രെഡോ അല്ലെങ്കിൽ ചാക്കുനൂലോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് ഫുള്ളായിട്ട് ചുറ്റിക്കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഉള്ള ടേപ്പ്, ഭംഗിക്ക് കിട്ടുന്ന കുറച്ച് കാണാൻ ഭംഗിയുള്ള ടേപ്പില്ലേ, അതൊന്ന് ചുറ്റിക്കൊടുക്കുകയാണ്. അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്യാം. ഈ ഒരു ടേപ്പിൻ്റെ തുടക്കത്തിൽ ഞാൻ ഇത്തിരി ഒന്ന് ഗമ്മാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒന്നുകൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇരിക്കാനാണ്. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഈ ടേപ്പ് വെച്ച് തന്നെ ഒന്ന് ചുറ്റാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു ഹാങ്ങറിൻ്റെ ഐഡിയ? നല്ല സ്ട്രോങ് ആയിട്ട് നമുക്കിതിൽ തൂക്കിയിടാൻ പറ്റും. നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒരുപാടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് പൈസ സേവ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആ ഒരു കുളത്ത് ഈ രീതിയിൽ വളയ്ക്കാതെ ലെഫ്റ്റിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും വളയ്ക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിനൊരു ലൈക്ക് തരിക. ഇത് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഐഡിയാസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന്
സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെ വരുന്ന ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. അപ്പോൾ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും വീട്ടിൽ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി നാളെ മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്